നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ സൈനിക വിമാനം പുറപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിൻ്റെ C-17 വിമാനത്തിലാണ് ഇവരെ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. 18,000 അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് നേരത്തെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ സൈനിക വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണകൂടം സൈനിക വിമാനങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇന്ത്യയിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ട വിവരം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ 1100 ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ US തിരിച്ചയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവന്നു. US തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് 15 ലക്ഷമാണ്. അതിൽ 18,000 പേർ ഇന്ത്യക്കാർ. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ട്രംപും തമ്മിൽ അനധികൃത കുടിയേറ്റ വിഷയം ചർച്ച ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള ചർച്ചയിലും ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എന്താണ് ശരി, അത് നടക്കുമെന്ന നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചത്. നാടുകടത്തലിന്റെ ഭാഗമായി ഇതുവരെ 5,000-ലധികം പേരെ US തടവറകളിലാക്കി. എൽപാസോ, ടെക്സസ്, സാൻഡിയാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നാണ് സൈനിക വിമാനങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത്. ഗ്വാട്ടിമല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്ക് നേരത്തെ സൈനിക വിമാനങ്ങൾ അയച്ചിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇതുവരെ 6 വിമാനങ്ങളിൽ ആളുകളെ അയച്ചുവെങ്കിലും 4 മാത്രമേ ലാൻഡ് ചെയ്തുള്ളൂ. ഈ വിമാനങ്ങളൊക്കെ ഗ്വാട്ടിമലയിലാണ് ലാൻഡ് ചെയ്തത്. കൊളംബിയയിലേക്ക് അയച്ച 2 വിമാനങ്ങൾ അവിടെ ഇറക്കാൻ ആ രാജ്യം അനുവദിച്ചില്ല. എന്നാൽ പിന്നീട് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അവർ തങ്ങളുടെ വിമാനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ച് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊളംബിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നവരുടെ കൃത്യമായ എണ്ണം ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യങ്ങൾ കൂടുതൽ ശക്തമായി തങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചെത്തുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഉചിതമായത് ചെയ്യും എന്ന നിലപാട് വീണ്ടും ട്രംപ് ആവർത്തിക്കുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിക്ക് ടെക്സസിലെ സാൻ ആന്റോണിയോ വിമാനത്താവളത്തിൽ നിന്നാണ് സൈനിക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിലെ യാത്രക്കാർ മുഴുവൻ ഇന്ത്യക്കാരാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള രാജ്യമാണ് ഇന്ത്യ. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞു കണ്ടുപിടിക്കുകയും അവർ എവിടെ നിന്നു വന്നോ അവിടേക്ക് പറഞ്ഞയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന ഈ സംഭവങ്ങളോട് ട്രംപിന്റെ പ്രതികരണം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രചരണത്തിൽ ഏറ്റവും മുഖ്യമായി ഉയർത്തിക്കാട്ടിയ തെരഞ്ഞെടുപ്പ് വിഷയവും ഇതുതന്നെയായിരുന്നു. അമേരിക്കയിലെ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും അതത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ഇതിനുവേണ്ടി വിപുലമായ സജ്ജീകരണങ്ങളാണ് പിന്നീട് ട്രംപ് നടത്തിയത്. മെക്സിക്കോ അതിർത്തിയിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, കൂടുതൽ സൈന്യത്തെ മെക്സിക്കോ അതിർത്തിയിലേക്ക് അയച്ചു. പിന്നീട് അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് വിവിധ തടവറകളിലാക്കി ശക്തമായ നിലപാടുകൾ. അനധികൃതമായി അമേരിക്കയിൽ കഴിയുന്ന ഇത്തരം കുടിയേറ്റക്കാർ അമേരിക്കയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് എന്ന് ട്രംപ് പറഞ്ഞു. ബലാത്സംഗങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ ഇത് കാരണമാകുന്നു. ഏറ്റവും ക്രിമിനലുകളായ അനധികൃത കുടിയേറ്റക്കാരെ കാത്തിരിക്കുന്നത് തടവറയും വിലങ്ങുകളുമാണ് എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു. ഈ മാസം 13, 14 തീയതികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഫ്രാൻസിൽ 10, 11 തീയതികളിൽ നടന്ന AI ഉച്ചകോടിക്ക് ശേഷം ട്രംപിനെ കാണാനായി മോദി വാഷിംഗ്ടണിലേക്ക് പുറപ്പെടുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. AI ഉച്ചകോടിക്ക് ശേഷം മോദി 12-ാം തീയതി വാഷിംഗ്ടണിലെത്തും. വൈറ്റ് ഹൗസിൽ മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും തന്ത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ് ഇന്ത്യ വിശദീകരിച്ചത്. ജനുവരി 27-ാം തീയതി മോദിയും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇന്ത്യയോട് എന്ത് സമീപനം അമേരിക്ക സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ഇനി അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ട, അതിന് ഇന്ത്യയിൽ നിന്നാണെങ്കിലും.
അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകളുമായി ട്രംപ് മുന്നോട്ട് നീങ്ങുന്നു. പ്രസിഡന്റ് സ്ഥാനത്തെത്തിയതിനു ശേഷം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് കുതിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിവാദമായ ഒരു ഉത്തരവ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരുന്നു. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ലോകത്തെ തന്നെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ കാനഡയിലേക്കുള്ള അമേരിക്കൻ ഇറക്കുമതിക്കും ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തിരിച്ചടിച്ചു. പിന്നീട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിരവധി നയതന്ത്ര ചർച്ചകൾ. മെക്സിക്കോയും കാനഡയും ഒക്കെ ശക്തമായ വികാരമാണ് യുഎസിനോടും ട്രംപ് ഭരണകൂടത്തോടും പ്രകടിപ്പിച്ചത്. തുടർന്ന് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരു മാസത്തേക്ക് തൻ്റെ ഉത്തരവ് ഡൊണാൾഡ് ട്രംപ് മരവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചൈനയ്ക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ 10% ഇറക്കുമതി ടാരിഫ് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇറക്കുമതി ടാരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യയോടുള്ള നയം ഇതുവരെ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. മോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ട്രംപ് ഏത് നയം പ്രഖ്യാപിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യയും ലോകരാജ്യങ്ങളും. ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമോ എന്ന് ഇന്ത്യയും ഉറ്റുനോക്കുന്നു. ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ മനോഭാവം അമേരിക്ക പുലർത്തിയാലും അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അതുണ്ടാവില്ല എന്നുറപ്പിക്കുകയാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുക വഴി. ശക്തമായ നിലപാടുകളുമായി അമേരിക്ക, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.